എങ്ങനെയാണ് ഇന്ത്യയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ബന്ധത്തിലാണ് അമേരിക്കയുമായിട്ട് പോയിരുന്നത്, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും, ശരിക്കും ബാധിക്കും. അതായത് ഞാൻ ഈ പറയുന്ന 2-3 മാസം നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇന്ത്യയിലോട്ട് വരത്തില്ല. അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പ്രശ്നം ഇത്രമാത്രം നമ്മുടെ സ്റ്റോക്ക് താപ്പോട്ട്, ഇൻഡെക്സ് താപ്പോട്ട് പോകുന്നത്. കാരണം പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരത്തില്ല, പാനിക്കാകും. ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ കുറയും, അതായത് രൂപയുടെ വാല്യൂ കുറയും, ഈ ഡോളർ ഇന്ത്യയിൽ സ്ട്രെങ്തൻഡ് ആകുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രശ്നങ്ങളുണ്ട്, ചെറിയ പ്രശ്നമല്ല. അപ്പം ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് CNBC TV 18-അകത്ത് സി രാജാമോഹൻ, അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രാറ്റജിക് എക്സ്പേർട്ടാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോളമിസ്റ്റാണ്, സിംഗപ്പൂർ സ്ട്രാറ്റജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അധ്യാപകനാണ്, ഫാക്കൽറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന് വലിയൊരു ഗുരുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അമേരിക്കയ്ക്ക് പകരം ചൈന എന്ന് പറഞ്ഞത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഉണ്ട് പ്രധാനമായിട്ടും, ഈ ഇന്ത്യയുടെ 50% 25% ടാരിഫ് തരുമ്പോൾ ഈ പോകുന്ന സാധനമെല്ലാം വിയറ്റ്നാമിലും ചൈനയിലോട്ടുമാണ് പോകുന്നത്. ഇതൊന്നും അമേരിക്കയിൽ വലിയ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ഇന്ത്യ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് അതിനേക്കാളും വില കുറച്ച് അവർക്ക് സാധനം കിട്ടുന്നുണ്ട്.